ഫാസ്റ്റ് ട്രാക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ട്രൈ ചെയ്താലേ എനിക്ക് വല്ലതും നടപ്പിലാവും എന്നുള്ള മനസ്സിലാവുന്നത്. സാറിന്റെ ക്ലാസ് ഡെയിലി കേട്ട് നമ്മളിപ്പോൾ ആ ക്വസ്റ്റ്യൻ എക്സാമിന് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ അനീഷ് സാറിന്റെ ഉത്തരം നമുക്ക് തലയിൽ കേൾക്കാൻ പറ്റും. ആ രീതിയിലായിരുന്നു സാറിന്റെ ക്ലാസ്സസ് തറവാക്കി ഉണ്ടായിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഏത് രീതിക്ക് പഠിക്കണം എന്ന് മനസ്സിലാവുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പൊ അസേർഷൻ റീസണിങ് ആയാലും നമുക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഇൻസൈറ്റ് കിട്ടുന്നത് ഐഫറിൽ വന്നതിന് ശേഷമായിരുന്നു. സാറ് പറയായിരുന്നു, നിങ്ങൾ ഡെയിലി ഇത്ര അവേഴ്സ് ഒന്നും വെച്ച് പഠിക്കരുത്, നിങ്ങൾക്ക് എപ്പോഴൊക്കെ പഠിക്കാൻ പറ്റുന്നോ അപ്പോഴൊക്കെ പഠിക്കുക എന്നുള്ളത്. പല യൂണിവേഴ്സിറ്റിയിലും പല സിലബസ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. നമ്മൾ അത് വെച്ച് നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഇതൊന്നും അല്ല ചോദിക്കുന്നതെന്ന്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോയാലേ നെറ്റിനോട്ടുള്ളൊരു യാത്രയിൽ നമുക്ക് നന്നായിട്ട് എത്താൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഐഫറിലാണെങ്കിൽ 2 weeks പ്രിപ്പറേഷൻ അനാലിസിസ് ഉണ്ടായിരിക്കും അനീഷ് സാറിന്റെ. നമ്മൾ ഏത് മോട്ടിവേഷൻ പോയാലും സാർ 2 ആഴ്ചത്തേക്കുള്ള ബാറ്ററി നമുക്ക് തരും. മെന്റേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കും, ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ, പിന്നെ ഹാപ്പിനെസ് ഓഫീസർ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മളെ ഈ കാര്യത്തിൽ നമ്മുടെ ഈ ഗോളിലേക്ക് എത്താനായിട്ട് ഒരാളുണ്ടെന്ന് അറിയുമ്പോൾ അതിൽ നിന്നൊരു വാമത്തും ഒരു ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് ഉണ്ടാവും. നെറ്റ് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ ഒരു 1.5 month കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്വപ്നം വലുതായി. കാരണം വേഫറാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സ്വപ്നത്തിന് വലുതാവാനുള്ളൊരു കാഴ്ചപ്പാട് കൂടെ നമുക്ക് ഉണ്ടാക്കി തരും. ഹലോ, ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ജൂൺ 2024 ടേമിലെ സൈക്കോളജിയിലെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വൈഷ്ണവിയാണ്. അപ്പോൾ വൈഷ്ണവിയോട് നമുക്ക് വൈഷ്ണവിയുടെ നെറ്റ് ക്വാളിഫിക്കേഷൻ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും വൈഷ്ണവിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് വൈഷ്ണവി, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഓവറോൾ ജേണി എന്ന് പറയുന്നത്, നെറ്റ് ക്വാളിഫിക്കേഷനിലേക്കുള്ള ഒരു ജേണി? ഞാൻ ഫസ്റ്റ് ടൈം നെറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് പി ജി കഴിഞ്ഞിറങ്ങിയ സമയത്തായിരുന്നു. കൊറോണ ബാച്ചിന്റെ ആ ടൈമിലായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ തന്നെ ആ എക്സാം അത്യാവശ്യം പാടായിരുന്നത് കൊണ്ട് ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു, എങ്ങനെയാ പഠിക്കേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഞാൻ പക്ഷെ പേപ്പർ 1 അത്യാവശ്യം പ്രിപ്പയർ ചെയ്തു. പേപ്പർ 2 മൈൻഡ് ആക്കാണ്ട് പോയി എഴുതിയ എക്സാം ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് ടൈമും അതുപോലെ അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. തേർഡ് ടൈം ഒന്നുകൂടെ സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുത്തു, പഠിച്ചു, അപ്പോഴും കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി 2023 ഡിസംബർ ബാച്ചിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ ഞാനപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വർക്ക് ചെയ്തപ്പോൾ വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു 1 month ആയപ്പോൾ ജീവനി എന്ന് പറയുന്ന പ്രോജക്റ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫുള്ളായിട്ട് വർക്ക് ലോഡും കാര്യങ്ങളും കേരളീയം പരിപാടി നടക്കുമായിരുന്നുകൊണ്ട് ക്ലാസ് ഒന്നും കയറാൻ പറ്റില്ല, ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 1-2 ക്ലാസ് മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത് കോഴ്സ്. പിന്നെ ഐഫറിൽ ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് നെറ്റ് കിട്ടി ഐഫറിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും ഐഫർ എന്നുള്ളതിലുപരി അതിന്റെ കൂടെ തന്നെ നമ്മൾ വൈഷ്ണവിയുടെ ഒരു എഫേർട്ടിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് എവരി വൺസ് ജോബ്, റൈറ്റ്? ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഒരു എക്സാമിന് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് വീണ്ടും എഴുതാനുള്ള അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് വൈഷ്ണവിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തെടുത്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, ഞാൻ ആക്ച്വലി സ്പെഷ്യലൈസേഷൻ ക്ലിനിക്കൽ സൈക്കോളജിയിലായിരുന്നു ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ മുതലേ ക്ലിനിക്കലി ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ജനറൽ സൈക്കോളജിയിലെ വൈഡൻഡ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും എനിക്ക് വലിയ അറിയില്ലായിരുന്നു. ഒബ്ജക്ട് റിലേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഐഫറിൽ വന്നതിന് ശേഷമാണ് കേൾക്കുന്നത്. അപ്പോൾ ഐഫറിൽ വന്ന ആ ക്ലാസ് നവംബർ ബാച്ചിന് അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ട്രൈ ചെയ്താലേ എനിക്ക് വല്ലതും നടപ്പിലാവും എന്നുള്ള മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ കണ്ടിന്യൂ ആയി പോയപ്പോൾ എഫേർട്ട് ഇട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മാർച്ച് കഴിഞ്ഞപ്പോൾ ജോബ് ബ്രേക്ക് എടുത്തു. കാരണം ഫുൾ കോൺസെൻട്രേഷൻ ഇതിന് കൊടുത്താലേ എന്നെ കൊണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഫുള്ളി ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്നു. ഡെയിലി ടെസ്റ്റ് എന്നും ചെയ്യുമായിരുന്നു. ഒരു ദിവസം പോലും മുടക്കം വരാതെ ചെയ്യും. പിന്നെ JRF ക്ലബ്സ് ഡെയിലി അറ്റൻഡ് ചെയ്യും. രാവിലത്തെ പേപ്പർ 1 അറ്റൻഡ് ചെയ്യും, വൈകുന്നേരം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതുപോലെ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൽ മിസ്സാണെങ്കിൽ ഒരു ടൈം ടേബിൾ പോലെ ഇത്ര ഡേയ്സിനുള്ളിൽ ഇത്ര കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്തായിരുന്നു. അപ്പോൾ അത് ആ പ്ലാൻ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്ത കാറ്റഗറൈസ്ഡ് PYQs ഫുള്ള് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇയർലി ബേസ്ഡ് ആയിട്ടുള്ള സാർ പറയും പോലെ എല്ലാ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഐഫറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സ്റ്റഡി പ്ലാൻസ് ആണെങ്കിലും അത്യാവശ്യം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണല്ലോ. അതായത് നമുക്ക് കുറച്ച് ഡേയ്സിനുള്ളിൽ എങ്ങനെ ഓവറോൾ കവർ ചെയ്യാം, റിവിഷൻ സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇറ്റ് മേ ബി എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ടേക്ക് വൺ പെർട്ടിക്കുലർ ആസ്പെക്ട്, ബട്ട് സ്റ്റിൽ ഐ ആം ആസ്കിംഗ് ദിസ്
ഏത് ഫീച്ചറാണ് ഏറ്റവും കൂടുതൽ ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയത്? എനിക്ക് നന്നായിട്ട് തോന്നിയത് കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതും JRF ക്ലബ്ബും. JRF ക്ലബ്ബ് ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല, രാത്രിയാണ്. ഞാൻ രാത്രി എത്ര നേരം വേണമായിരുന്നു പഠിക്കും, പക്ഷെ രാവിലെ എണീക്കുന്ന വ്യക്തിയല്ല. ഇപ്പോ സൈക്കോളജിയുടെ ക്ലാസ് രാത്രിയാണ്, അതെനിക്ക് കൺവീനിയന്റ് ആണ്, പ്രശ്നമല്ല. പക്ഷെ JRF ക്ലബ്ബ് രാവിലെ അനീസ് സാറിന്റെ ക്ലാസ് ആണല്ലോ, അപ്പൊ എന്തായാലും രാവിലെ 5 മണിക്ക് എണീക്കണം. അപ്പൊ ഞാൻ 5 മണി കാണുന്നതേ സാറിന്റെ ക്ലാസ്സിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ എണീറ്റ് ക്ലാസ്സിന് കയറി തുടങ്ങിയപ്പോഴത്തേക്കും ചിലപ്പോഴൊന്നും നമുക്ക് ഫുള്ളി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ ക്ലാസ് നമ്മള് കേൾക്കുന്നുണ്ട്. എക്സാമിന് പോയിരുന്ന് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സാറ് പറയുന്നത് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ക്ലാസ് ഫുള്ളി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും അത് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ JRF ക്ലബ്ബും അതുപോലെ തന്നെ JRF ക്ലബ്ബും കാറ്റഗറൈസ്ഡ് PYQs. കാരണം കാറ്റഗറൈസ്ഡ് PYQന്റെ ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം പേഴ്സണാലിറ്റി ഞാൻ വിചാരിക്കും, പേഴ്സണാലിറ്റി പഠിച്ചു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള PYQs കാറ്റഗറൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സിൽ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണല്ലോ. മാത്രമല്ല നമ്മുടെ പലരുടെയും പഠിത്തത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സെമസ്റ്റർ എക്സാമിന് എസ് എഴുതാനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്റെ മെയിൻ പ്രശ്നം അതായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന എല്ലാ ടൈമിലും ഞാൻ എസ് ക്വസ്റ്റ്യൻ ആസ്പെക്റ്റിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഏത് രീതിക്ക് പഠിക്കണം എന്ന് മനസ്സിലാവുന്നത്. അതുവരെ നമുക്ക് ആ ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ഏഫറിൽ വന്ന് JRF ക്ലബിന് കയറുമ്പോഴത്തേക്കും ഫുള്ള് സാർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നല്ലോ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പൊ അസേർഷൻ റീസണിങ് ആയാലും നമുക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഇൻസൈറ്റ് കിട്ടുന്നത് ഏഫറിൽ വന്നതിന് ശേഷമായിരുന്നു. ഓക്കെ. അതായത് പറഞ്ഞത് ലൈക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും സെയിം ഒപ്പീനിയൻ ആണ് ആ ഒരു കാര്യത്തിലുള്ള. നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കൂടുതലും ട്രെയിൻഡ് ആവുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒബ്ജക്റ്റീവിലേക്ക് അല്ലെങ്കിൽ MCQസിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു മോഡ് എന്താണ്, ഡിഫറെന്റ് ആണല്ലോ അല്ലെ? അതെ അതെ. മാത്രമല്ല നമ്മള് സ്ഥിരമായിട്ട് ശീലിച്ചു വരുന്നതാണ് ക്ലാസ്സിൽ ഇരുന്ന് ലെക്ചർ നോട്ട് എഴുതി പോവുക. ഞാനൊരു ഇത്രയും വർഷമായിട്ടും കൃത്യമായി ലെക്ചർ നോട്ട് എഴുതി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അനീസ് സാർ ആയിരുന്നു ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്ന പരിപാടി നിർത്താം, നിങ്ങൾ നോട്ട് എഴുതണ്ട എന്നുള്ളൊരു കാര്യം. സാറ് പറഞ്ഞല്ലേ ഒന്ന് ട്രൈ ആക്കി നോക്കാന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തുന്നത്. കാരണം എനിക്ക് ഒരു ക്ലാസ് കേട്ടാൽ ലെക്ചർ നോട്ട് എഴുതിയില്ലെങ്കിൽ എനിക്ക് ക്ലാസ് കേട്ടതുപോലെ തോന്നില്ല. അപ്പം ഞാൻ ശ്രദ്ധിച്ചതാണ്. അപ്പൊ സാറ് പറഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ചു, റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ 1 hour ക്ലാസ് ആയിരിക്കും, ഞാൻ ലെക്ചർ നോട്ട് എഴുതാനായിട്ട് 2 hour എടുക്കുന്നുണ്ട്. അപ്പൊ ടൈം കൺസ്യൂമിങ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ് മാപ്സ് ഉണ്ടാക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് മാപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് യൂസ്ഫുൾ ആയി തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പൊ നമ്മുടെ ലെക്ചർ നോട്ട് എഴുതി അത് വെച്ച് പഠിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്നും അനീസ് സാറിന്റെ സജഷൻ ആയിരുന്നു. സാർ നിർബന്ധിച്ചൊന്നുമില്ല, പറ്റുന്നവര് ചേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം വൈഷ്ണവിയുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിനെ കുറിച്ചൊന്നും അറിയണം. ലൈക്ക് എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഇതിനു വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്? ലൈക്ക് ജോലി മാറ്റി വെച്ച് പഠിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഏതൊരു പ്ലാനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, എന്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് പറയാമോ? കാരണം ഇനി ഫ്യൂച്ചർ ജനറേഷനിൽ, അതായത് ഇനി വരാൻ പോകുന്ന ടേംസിലൊക്കെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അതൊരു ചിലപ്പോൾ ഒരു ഗൈഡൻസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തേക്കാം. ഓക്കെ. അപ്പോ മാർച്ചിലായിരുന്നു എന്റെ കോൺട്രാക്ട് കഴിയുന്നത് മറ്റേ ജോബിന്റെ. റീജോയിൻ ചെയ്യാമായിരുന്നു. ഞാൻ നെറ്റ് ഫോക്കസ് ചെയ്യണേല് രണ്ടും കൂടെ നടക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആവണം എന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. പിന്നെ ചെയ്തുകൊണ്ടിരുന്ന പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി പഠിക്കും, പറ്റുന്ന പോലെ. അപ്പൊ സാറ് അനീസ് സാറിന്റെ ഒരു കാര്യമാണ്, സാറ് പറയായിരുന്നു, നിങ്ങൾ ഡെയിലി ഇത്ര അവേഴ്സ് ഒന്നും വെച്ച് പഠിക്കരുത്, നിങ്ങൾക്ക് എപ്പോഴൊക്കെ പഠിക്കാൻ പറ്റുന്നോ അപ്പോഴൊക്കെ പഠിക്കുക എന്നുള്ളത്. നമ്മളെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ ലേണിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, നമ്മള് സിറ്റ് സ്ട്രെയിറ്റ് അങ്ങനെ ഇരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. സാർ അത് പറഞ്ഞതിന് ശേഷം ഞാനാണെങ്കിലും കിടന്നുകൊണ്ടാണെങ്കിലും ഫോണ് നോക്കി വായിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എക്സാം മൈൻഡിൽ ഇരിക്കുമ്പോഴത്തേക്കും ഓക്കെ നമുക്കിപ്പോൾ വായിക്കാം, സാർ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ, അങ്ങനെ ഇരുന്നിട്ട് വായിക്കുമായിരുന്നു. പിന്നെ വേറെ സാക്രിഫൈസസ് എന്ന് പറയുമ്പോഴേക്കും സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ലൈഫിൽ ഫുള്ളും നെറ്റിന് വേണ്ടി മാറ്റി വെച്ച് നിങ്ങൾ നിൽക്കരുത്. കാരണം പിന്നീട് നിങ്ങൾക്കപ്പോൾ ഒരു ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ആ കാലം പോയ ഒരു സംഭവം തോന്നുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാള് പറയുന്നത്. എല്ലാവരും ഇരുന്നിട്ട് ഫുൾ ടൈം പഠിച്ചാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ, ഫുൾ ടൈം അങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും. അപ്പൊ ഞാൻ ഓക്കെ, സാറ് പറഞ്ഞു സിനിമ കാണുമായിരുന്നു. ഞാൻ ആ ഇടയ്ക്ക് ഒരു വീക്ക്ലി ഒരു മൂവിയെങ്കിലും കാണും, വീക്ക്ലി ഡെയിലി ടെസ്റ്റ് എടുക്കും. ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡേ എങ്കിലും ബ്രേക്ക് എടുക്കുമായിരുന്നു. ലൈക്ക് അല്ലാണ്ട് ഫുൾ ടൈം പഠിക്കുന്നുണ്ടെങ്കിലും ഒരു ഡേ ഫുള്ളി ബ്രേക്ക് എടുക്കും, അത് കഴിഞ്ഞ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നു അത്. ആ ഒരു ഡേ എക്സ്റ്റെൻഡ് ആവാണ്ട് നോക്കുമായിരുന്നു. ഒരു ഡേ ബ്രേക്ക് എടുത്തു, അത് കഴിയുന്നു, പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും, ഇടയ്ക്ക് ഫ്രണ്ട്സിനെ കാണുന്നു. അങ്ങനെ വലിയ സാക്രിഫൈസസ് ലൈഫിൽ നിന്ന് ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടില്ല.
അത് ബേസിക്കലി ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. അതായത് നമ്മള് ഫുൾ ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ലവറിയിലേക്ക് നമ്മൾ അത്യാവശ്യം ഇനഫ് ആയിട്ടുള്ള ബ്രേക്സ് എടുക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കോഗ്നിറ്റീവ് ഓവർലോഡ് ആയിരിക്കും. നമുക്ക് നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ടല്ലോ വർക്കിംഗ് മെമ്മറി ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് വർക്കിംഗ് മെമ്മറിക്ക് ഇത്രയൊക്കെ തന്നെ കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, ബട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പലപ്പോഴും നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഹേർഡ് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡീസ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ PG-യിലും ഡിഗ്രിയിലും ഒക്കെ എക്സാമിന്റെ തലേദിവസമൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ. പക്ഷെ ആ ഒരു മോഡ് ഇവിടെ വർക്ക് ആവില്ല. കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. സിലബസ് വാസ്റ്റ് ആണെന്നുള്ള മാത്രമല്ല, നമ്മളത് ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് റഷ് ആയിട്ട് പുഷ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ലൈക് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ റിയലി ഗുഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും പ്രിപ്പറേഷന്റെ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞു. ലൈക് യൂഷ്വലി വൈഷ്ണവിയുടെ സ്വന്തം കേസിലാണെങ്കിലും വൈഷ്ണവി കണ്ടിട്ടുള്ള സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിലും എന്തൊക്കെയാണ് ഈ സ്റ്റുഡൻസ് പൊതുവെ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന മിസ്റ്റേക്സ് എന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ, മിസ്റ്റേക്സ് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ എസ്സേ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യം, അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കുന്നതിന്റെ നമ്മൾ സ്ഥിരം പഠിച്ചു വന്ന രീതിയിൽ നിന്നൊന്ന് മാറി പോവാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു രീതിക്ക് പഠിക്കാനുള്ള ഒരു കാര്യം കൊണ്ടുവരണം. പിന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന പല ടൈപ്പ് ഓഫ് ലേണിംഗ്സ് ഉണ്ട്. ഇപ്പൊ ലെക്ചർ നോട്ട് എഴുതുന്ന കാര്യമായാലും അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്കൊരു ചേഞ്ച് വേണം എന്ന് മനസ്സിലാക്കി നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള പ്രിപ്പയർഡ്നെസ് വേണം, ആ ഒരു കാര്യം. പിന്നെന്ന് പറഞ്ഞാല് ചിലര് എല്ലാം ഇരുന്ന് പഠിക്കും, കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അറ്റൻഡ് ചെയ്യാത്തപ്പോഴത്തേക്ക് നമുക്ക് ഏത് പോയിന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ച് ശീലിച്ചു വന്ന രീതി അനുസരിച്ച് നമ്മളൊരു പെർട്ടിക്കുലർ രീതിയിൽ പഠിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ അത് ഡീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രാക്ടീസ്, പേപ്പർ 1നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ അനീഷ് സാറിന്റെ ക്ലാസ്സിലിരുന്ന് നമ്മള് ലോജിക്കൽ റീസണിങ് ഒക്കെ, ഞാനും ലോജിക്കൽ റീസണിങ് ശത്രുക്കളായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ് ഡെയിലി കേട്ട് നമ്മളിപ്പോ ആ ക്വസ്റ്റ്യൻ എക്സാമിന് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ അനീഷ് സാറിന്റെ ഉത്തരം നമുക്ക് തലയിൽ കേൾക്കാൻ പറ്റും. ആ രീതിയിലായിരുന്നു സാറിന്റെ ക്ലാസ്സസ് തറവാക്കി ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസും ഡെയിലി റെപ്പറ്റീഷൻ എന്നുള്ളൊരു കാര്യമാണ് മെയിൻ ആയിട്ട് അതിലൊക്കെ വരുന്നത്. മറ്റേത് നമ്മൾ ഇതുപോലെ മൈൻഡ് മാപ്സ് വെച്ച് ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് നമുക്ക് ഓർത്തെടുക്കാൻ കണക്കിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. എന്തായാലും പിന്നെ ഈ പേപ്പർ 2 പേപ്പർ 1 ചില സമയം കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് പേപ്പർ 2 നമ്മളിപ്പം PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, നമുക്ക് ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. ലൈക്ക് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സാധനമാണ് അത് മതി എന്നുള്ള. എന്നിട്ട് നമ്മൾ ആദ്യം പേപ്പർ 1 ഫുള്ള് പഠിക്കും, ലാസ്റ്റിലേക്ക് പേപ്പർ 2 വെക്കും. ലാസ്റ്റ് നോക്കുന്ന സമയത്ത് പേപ്പർ 2ന്റെ സിലബസ് ഒന്നുകൂടെ എടുത്ത് നോക്കുമ്പോൾ പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നേരെ വോയിസ് വേഴ്സ്, അതായത് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. അതായത് പേപ്പർ 1 ചെറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, കുറച്ച് മാർക്കല്ലേ ഉള്ളൂ വെച്ച് നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കും. സോ is that a mistake? What do you feel? അതെ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണത്. ഞാൻ ആദ്യത്തെ തവണ പേപ്പർ 1 മാത്രം കൊടുത്തു. അപ്പൊ പേപ്പർ 1 ഓക്കെ മാർക്ക് ഉണ്ട്, പക്ഷെ പേപ്പർ 2 നമ്മൾ 5-6 കൊല്ലമായിട്ട് പഠിക്കുന്നു, നമുക്കിതിലെല്ലാം അറിയാന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ട്. പക്ഷെ പല യൂണിവേഴ്സിറ്റിയിലും പല സിലബസ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. നമ്മൾ അത് വെച്ച് നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഇതൊന്നും അല്ല ചോദിക്കുന്നതെന്ന്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോയാലേ നെറ്റിനോട്ടുള്ളൊരു യാത്രയിൽ നമുക്ക് നന്നായിട്ട് എത്താൻ പറ്റുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. പിന്നെ ഐഫറിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തില് പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മളെ ഹാപ്പിനെസ് ടീം എന്ന് പറയുന്നത്, പിന്നെ നമ്മളെ മെന്ററും. അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായത്, ഞാനിപ്പോ സെൽഫ് സ്റ്റഡി ആയിരുന്നതില് കുറച്ച് ദിവസം പഠിക്കും, അത് കഴിഞ്ഞാൽ നമുക്ക് എന്നെ വീട്ടിൽ നിന്ന് ആരും ഫോഴ്സ് ചെയ്യത്തില്ല ഈ എക്സാമിന് വേണ്ടി പഠിക്കാനോ അല്ലെങ്കിൽ മാർക്ക് എന്തെങ്കിലും കുറവ് വന്നാല് വഴക്കുറയാൻ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചില്ലെങ്കിൽ അവിടെ കഴിഞ്ഞു, അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ. അപ്പൊ സെൽഫ് സ്റ്റഡിയിൽ ആ മോട്ടിവേഷൻ പോകാനുള്ളൊരു കാര്യം പെട്ടെന്ന് നടക്കും. പക്ഷെ ഐഫറിലാണെങ്കിൽ 2 വീക്സിൽ പ്രിപ്പറേഷൻ അനാലിസിസ് ഉണ്ടായിരിക്കും അനീഷ് സാറിന്റെ. നമ്മൾ ഏത് മോട്ടിവേഷൻ പോയാലും സാർ 2 ആഴ്ചത്തേക്കുള്ള ബാറ്ററി നമുക്ക് തരും, അതിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ മെന്റേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കും, ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ. പിന്നെ ഹാപ്പിനെസ് ഓഫീസർ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മളെ ഈ കാര്യത്തിൽ നമ്മുടെ ഈ ഗോളിലേക്ക് എത്താനായിട്ട് ഒരാളുണ്ടെന്ന് അറിയുമ്പോൾ അതിൽ നിന്നൊരു വാമത്തും ഒരു ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് ഉണ്ടാവും. ആ ഒരു ഇമോഷണൽ വെൽബീയിങ്ങും ഇതിന്റെ ഒരു വലിയ പാർട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിപ്പോ ഐഫറിന്റെ മൊത്തത്തിലുള്ള ഒരു ഹാപ്പിനെസ് എക്കോസിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വളരെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സ്റ്റഡീസിന് മാത്രമല്ല അല്ലാണ്ടും ഒരു വലിയ പോസിറ്റീവ് ഇമ്പാക്ട് തരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മളെ ട്രഡീഷണൽ ആയിട്ട് പഠിച്ചു വരുന്ന രീതിയിൽ നമ്മളെ ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ജയിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആവറേജ് ആണെന്ന് അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളും ആവറേജ് ആയി പോകും. ഞാൻ നെറ്റിന് ഐഫറിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ
നെറ്റ് മാത്രമായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ ഒരു 1.5 month കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ സ്വപ്നം വലുതായി. കാരണം വേഫറാണ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ സ്വപ്നത്തിൽ വലുതാവാനുള്ള ഒരു കാഴ്ചപ്പാട് കൂടെ നമുക്ക് ഉണ്ടാക്കി തരും. കാരണം നെറ്റ് എക്സാമിന് നമ്മളിപ്പോ ഈ ARF എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ARF എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഷുവർ ആയിരുന്നു 200 above ഞാൻ വന്നിട്ടേ ഇല്ല ഇതുവരെ. അപ്പൊ പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നെറ്റ് ഞാൻ ക്വാളിഫൈ ആവും എന്നുള്ളത്. അപ്പൊ ആ ഉറപ്പിന് ശേഷം നമുക്ക് ഇനി അടുത്ത പടി എന്ന് പറയുന്നത് JRF ആണ്. അപ്പൊ നെറ്റ് കിട്ടും. ഞാൻ അമ്മ അടുത്ത് പറയുന്നത് എനിക്ക് നെറ്റ് കിട്ടും, JRF ഉണ്ടായതുള്ളൂ പ്രശ്നം എന്നുള്ളൊരു കാര്യം. അപ്പൊ ARF എക്സാം അത്യാവശ്യം നമ്മുടെ നെറ്റ് എക്സാമുമായിട്ട് നല്ല റിലേഷൻ ഉള്ളത്, അതേമാതിരി ഒരു ടഫ്നെസ് ലെവലിലാണ് വരാറ്. അപ്പൊ ആ പ്രാക്ടീസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ARF കുറച്ചുകൂടെ ടഫായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ നെറ്റ് എക്സാമിന് 200 above സ്കോർ ചെയ്യാൻ പറ്റി. ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ലായിരുന്നു. കാരണം എന്റെ എല്ലാ സ്കോറും ആ രീതിയിൽ ഇരിക്കുന്നു. അപ്പം ഇടയ്ക്കൊരു ഡൗട്ട് തോന്നുമായിരുന്നു, ഞാൻ എന്താണ് ഇത്രയും മതിയാവോ, ഇതിലുള്ളത് തന്നെ ആണോ എന്നുള്ള ഡൗട്ട് തോന്നും. പക്ഷെ ഒരിക്കലും നെറ്റ് കിട്ടില്ല എന്നുള്ളൊരു തോട്ട് പോകത്തേ ഇല്ലായിരുന്നു. അപ്പോ എന്റെ JRFലോട്ടുള്ളൊരു ചിന്ത വലുതാവുന്നതും എയ്ഫറിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പക്ഷെ എന്റെ വിഷൻ എക്സ്പാൻഡ് ചെയ്ത് എനിക്ക് ഡ്രീം ചെയ്യാനുള്ളൊരു വിഷൻ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ലേൺ ചെയ്ത് വന്ന രീതി അനുസരിച്ച് എയ്ഫറാണ് ആ വിഷൻ വലുതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്, പ്രത്യേകിച്ച് അനീസ് സർ. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് കേൾക്കുന്നൊരു കാരണങ്ങൾ ഇത് പറഞ്ഞതിൽ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ എന്താണോ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നിങ്ങൾക്കൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളത് റിയലി സംതിങ് ദാറ്റ് ഇസ് വാല്യബിൾ ഫോർ us. പിന്നെ ARFന്റെ കേസ് പറയുമ്പോൾ ARF is usually difficult because we want you to know that okay, അതായത് this journey is not going to be that easy എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ARF, because ARF is kind of a model of like exactly how net exam works. അതിന്റെ അതേ പ്രൊപ്പോർഷനിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ARFന് ഉണ്ടാവാറുള്ളത്, AIFR റിസർച്ച് ഫെലോഷിപ്പ് എക്സാമിന് ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ഈ എക്സാം ജൂൺ നെറ്റ് എക്സാം ക്യാൻസൽ ആയല്ലോ. അപ്പൊ അതിന് മുന്നേ ഒരു ഓഫ്ലൈൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ജൂൺ എക്സാം ക്യാൻസൽ ആയപ്പോഴത്തേക്കും മൈൻഡിൽ നമുക്ക് ആദ്യം കുറെ നെഗറ്റീവ് തോട്ട്സ് ആണ് വരേണ്ടതെങ്കിലും എന്റെ മൈൻഡിൽ ആദ്യമായിട്ട് വന്നത് എയ്ഫറുണ്ട്, അനീസ് സാറുണ്ട്, പേടിക്കാനില്ല. എനിക്ക് മൈൻഡിലൊരു ചോദ്യം പോലും ഇല്ലായിരുന്നു ഇത് എക്സ്റ്റെൻഡ് ആക്കി തരുമോ എന്നുള്ളത്. എനിക്ക് ഉത്തരം അറിയായിരുന്നു മൈൻഡിൽ, സാർ അത് ചെയ്തു തരും എന്നുള്ളത്. കാരണം അത്രയ്ക്ക് സാറ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എയ്ഫർ ഫുള്ളി അതിന് വേണ്ടിയിട്ട് ടീമായിട്ട് വർക്ക് ചെയ്യുന്നതും അതിന് വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം അറിയാന്നുള്ളത് ഞാൻ സെക്കൻഡ് തോട്ടായിട്ട് അങ്ങനെ പോയതേ ഇല്ലായിരുന്നു. സോ അപ്പാർട്ട് ഫ്രം ഐഫർ, പിന്നെ വൈഷ്ണവിയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ്? സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫാമിലി, അച്ഛനമ്മ, ചേട്ടൻ, പട്ടിക്കുട്ടി വീട്ടില്. അച്ഛനമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ അച്ഛൻ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. അതായത് എക്സാം എന്തായാലും എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എക്സാമിൽ തോറ്റാലും ജയിച്ചാലും ആ വീട്ടിൽ ഞാൻ മോള് തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വരുന്നില്ല. സെയിം കാര്യമായിരുന്നു ഫ്രണ്ട്സിന്റെ ഇടയിലും. എനിക്ക് ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് സപ്പോർട്ടീവ് ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ഹാപ്പിനെസ്സിൽ എന്നെക്കാളേറെ സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാനിപ്പോ ഒന്ന് ലോ ആയി പോയാൽ അവര് വന്നിട്ട് സാരില്ല, ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്തില്ലേലും നമ്മളൊക്കെ ഇവിടെ കാണും. അപ്പോ നമുക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടാവില്ല, ഞാനിപ്പോ ഇതിൽ ചെയ്തില്ല എങ്കിൽ മനക്കേടാവുമല്ലോ, കുറെ നാളായി പറയാ, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതുപോലെയാണ് ഞാൻ വീട്ടില്, എന്റെ പപ്പിയുണ്ട് വീട്ടില്. അപ്പോ വീട്ടില് മിക്കപ്പോഴും ഈ ജൂൺ എക്സാം ക്യാൻസൽ ആയതിനു ശേഷം അമ്മ വർക്കിന് പോവായിരുന്നു, വീട്ടില് ഞാനായിരിക്കും ഒറ്റയ്ക്ക് ഉണ്ടാവും. അപ്പോ ഞാൻ ഈ ക്ലാസ് ഒക്കെ കേട്ട് എവിടെയെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നെ നോക്കി നിൽക്കും, വന്ന് എന്റെ ചെയറിന്റെ അടിയിലിരിക്കും. ഞാൻ എവിടെയാണോ സീറ്റ് മാറുന്നത് പുറകെ വരും. അപ്പൊ ഈ ഒരു 5 month ജേർണിയിൽ ഫുൾ എന്റെ കൂടെ ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് കൂടെ. സോ എന്തായാലും വൈഷ്ണവിയുടെ ജേർണിയെ കുറിച്ച് കേട്ടതിൽ അല്ലെങ്കിൽ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. സോ ആൻഡ് ഓൾസോ ഐ എം പെർട്ടിക്കുലർലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് നെക്സ്റ്റ് ഇസ് JRF ഫോർ ഷുവർ. ഓക്കെ, നമ്മൾ അതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് എനിവേ ആസ് എ കൺക്ലൂഷൻ ഐ ക്യാൻ ടെൽ യു ദാറ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ എങ്ങനെയാണ് വൈഷ്ണവിനെ ഐഫറിന്റെ സപ്പോർട്ട് സിസ്റ്റം ആ ഒരു ജേർണിയിൽ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് വൈഷ്ണവി പറഞ്ഞിട്ടുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് വാസ് റിയലി insightful for many of you who are preparing for net exam. Yeah, that's it. I'm signing off. Thank you, Vaishnavi, once again. That's it.